ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലവർ ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. ഇത് 6mm ആണ് കേട്ടോ. 6mm വൈറ്റ് ബീഡ്സും പിന്നെ ഫ്ലവർ ബീഡ്സ് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് കേട്ടോ. അത് മൂന്നും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തൊരു അടിപൊളി ഹെയർ ബാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതുപോലെയുള്ള വയറുകൾ നമുക്കൊരു 2 രൂപ 2.5 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അതിനുശേഷം ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വശത്ത് 10 ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ബീഡ്സ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 10 ബീഡ്സ് അല്ലെങ്കിൽ ഒരു 11 ബീഡ്സൊക്കെ വെച്ചിട്ട് വേണം നമ്മളൊരു സൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഇതേപോലെ ഒരു സിൽവർ കളർ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയതിന് ശേഷം ഓരോ ഭാഗത്തും ഓരോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റിലൊന്ന് ചുറ്റി കെട്ടി കൊടുക്കുക. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളും. അതിനുശേഷം നമ്മളിനി ഫ്ലവർ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 10 എണ്ണമാണ് ഞാൻ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു സൈഡ് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെയും പ്ലെയിൻ ആയിട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു മെത്തേഡും ഒരു വർക്കൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ നമ്മുടെ പഴയ വീഡിയോസൊക്കെ പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതേ ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവർ ബീഡ്സ് ഇതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ബീഡ്സിന് വൈറ്റ് കളർ ഫ്ലവർ ബീഡ്സ് ആയിരിക്കും കുറച്ചുകൂടി മാച്ച് ചെയ്യാൻ തോന്നി. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ. ശരിക്കും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മോഡലാണ് നമ്മൾ ഫ്ലവർ ഉദ്ദേശിക്കുന്നത്. ഫ്ലവർ ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫ്ലവർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഹെയർ ബാൻഡുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ 5 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 5 എണ്ണം എന്നുള്ളത് അത്യാവശ്യം ശരിക്കും തിങ്ങി നിറഞ്ഞ് നിൽക്കും. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരു 2 എണ്ണം കൂടിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 5 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഏകദേശം ഇത് മതിയാവുമെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വീണ്ടും വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്യാണ് കേട്ടോ. അത് കണ്ടില്ലേ, നമ്മൾ താഴത്തെ ഭാഗം വരെ എത്തിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഏകദേശം ഇതിനൊരു 50 രൂപയൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറന്നിട്ടില്ല, വരുന്ന ദിവസങ്ങളിൽ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.